ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ പറ്റിയ സമയമാണ്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം എന്നൊക്കെയാണ് വാഗ്ദാനം. ഇത് കേൾക്കുമ്പോഴേ പലരും പണം നിക്ഷേപിക്കാൻ രംഗത്തിറങ്ങും. എന്നാൽ സൂക്ഷിച്ചില്ലെങ്കിൽ കൈകൊള്ളും കേട്ടോ. പാലക്കാട് ശേഖരിപുരത്ത് യുവതിയിൽ നിന്ന് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൻ്റെ പേരിൽ 45 ലക്ഷത്തിലേറെ രൂപയാണ് തട്ടിയെടുത്തത്. കേസിൽ തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശി അൽഫോൻസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓൺലൈനായി ഷെയർ ട്രേഡിംഗിൽ നടത്തി വലിയ വരുമാനം നേടാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. പലപ്പോഴായി 45,41,000 രൂപയാണ് 24-കാരനായ അൽഫോൺസ് തട്ടിയെടുത്തത്. കഴിഞ്ഞ ജൂലൈ മുതലാണ് തട്ടിപ്പിന്റെ തുടക്കം. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വലിയ വരുമാനം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഇയാൾ. വാട്സപ്പ് വഴിയായിരുന്നു സംസാരം മുഴുവൻ. ആദ്യം ചെറിയ തുകകൾക്ക് ലാഭം നൽകി വിശ്വാസം നേടിയെടുത്തു. വൻ തുക നിക്ഷേപിച്ച് കൂടുതൽ ലാഭം നേടാമെന്ന പ്രേരണയിലാണ് ശേഖരീപുരം വീണുപോയത്. 45,41,000 രൂപ നിക്ഷേപമായി അടപ്പിച്ച ശേഷം മുഴുവൻ തുകയും തട്ടിയെടുക്കുകയായിരുന്നു. അബദ്ധം മനസ്സിലാക്കിയ പരാതിക്കാരി പാലക്കാട് സൈബർ പോലീസിനെ സമീപിച്ചു. കേസ് രജിസ്റ്റർ ചെയ്ത പാലക്കാട് സൈബർ ക്രൈം പോലീസ് തിരുവള്ളൂരിൽ നടത്തിയ ഊർജിത അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സമാനമായ തട്ടിപ്പിന് മഹാരാഷ്ട്രയിലെ പൂനെ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിലും ഇയാളുടെ പേരിൽ പരാതി നിലവിലുണ്ട്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി DCRB പ്രസാദ് എമ്മിന്റെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ T ശശികുമാർ, പോലീസ് സബ് ഇൻസ്പെക്ടർ ഡെനീവ് VR, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബുദ്ദീൻ, സുജിത് S, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഫാസിൽ, ബിജു VK, ശരണ്യ PK എന്നിവരുൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിച്ചത്. News 18 പാലക്കാട്.